ഇപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയത്തിലുണ്ട്. വ്യക്തിപരമായും നമ്മളൊരിക്കലും വിമർശനത്തിന് അതീതമല്ല. ആർക്കും നമ്മെ വിമർശിക്കാൻ പറ്റും. പക്ഷേ അതൊക്കെ ഒരു വ്യക്തിപരമായ വിമർശനങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സമൂഹ മധ്യത്തിൽ തേജോവധം ചെയ്യാനുള്ള ശ്രമം ആര് നടത്തിയാലും അതിനെ ഒറ്റക്കെട്ടായി നേരിടുക. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. രാഷ്ട്രീയവും അതുപോലെ തന്നെ ആത്മീയതയും ചേർന്ന് കിടക്കുന്ന നമ്മുടെ പാണക്കാട് തറവാടിനെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടു കൂടി ഒരു പറ്റം ആൾക്കാർ സമൂഹ മാധ്യമങ്ങളിൽ താറടിച്ച് ചില പോസ്റ്റുകൾ ഇറക്കുന്നത് നമ്മൾ കണ്ടു. വളരെ സങ്കടമെന്ന് മാത്രമേ പറയാനുള്ളൂ. ആത്മീയത തിളങ്ങി നിൽക്കുന്ന ഒരു നേതാവാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജാതി ഭേദമന്യേ ആർക്കും ചെന്ന് ഒരു സഹായം അഭ്യർത്ഥിക്കാനും തങ്ങളുടെ വേവലാതികൾ രേഖപ്പെടുത്താനും പറ്റുന്ന ഒരു തറവാട് തന്നെയാണ് നമ്മുടെ പാണക്കാട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അത് അംഗീകരിക്കുന്ന ഒന്ന് തന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നതിലുപരി ഒരു സമുദായത്തിൻ്റെ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്ന ഒരു ആത്മീയ നേതാവ് കൂടിയാണ് നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ തകർക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും രൂക്ഷമായ അല്ലെങ്കിൽ ഏറ്റവും വൃത്തികെട്ട ഒരു രീതിയിലേക്കാണ് ചില ആൾക്കാർ പോയത് എന്നുള്ളത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനവർ തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നത് പെണ്ണ് കേസാണ് എന്നുള്ളത് തന്നെയാണ് സത്യം. ഒരു വലിയ നേതാവിനെ, അത് രാഷ്ട്രീയപരമാട്ടെ അല്ലെങ്കിൽ ആത്മീയപരമാട്ടെ, അത്തരത്തിലുള്ള നേതാവിനെ തകർക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് പെണ്ണ് കേസാണ്. അതുകൊണ്ടാണ് പെണ്ണ് കേസ് തന്നെ തിരഞ്ഞെടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിനെക്കുറിച്ച് വളരെ വ്യാജമായ രീതിയിലുള്ള ഒരു ഐക്കണിൽ നിന്നാണ് ഒരു പ്രൊഫൈൽ വെച്ച് കൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ഷാൻ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്നാണ് ഇത്തരമൊരു മെസ്സേജുകളെല്ലാം പോയിട്ടുള്ളത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു സ്ത്രീയുമായിട്ട് ചാറ്റ് ചെയ്തു എന്നും നഗ്ന ചിത്രങ്ങളടക്കം അവർക്ക് ഷെയർ ചെയ്തു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ആ പ്രൊഫൈൽ പ്രത്യക്ഷപ്പെട്ടത്. വളരെ സങ്കടകരം എന്ന് മാത്രം പറയട്ടെ. അതൊരു ഫേക്ക് ഐഡിയ ആണ്. അത് സ്വിറ്റ്സർലൻഡിലാണ് ഓപ്പൺ ചെയ്തത് എന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് മാത്രമാണ് അത് ഐഡിക്കുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത ഒരു അക്കൗണ്ടാണ് അത് ഷാൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽപ്പെട്ട ഒരു പിക്ചറാണ് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നിന്ന് തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായ ഒരു ബോഡിയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ AI കാലത്തൊക്കെ ഇത്തരം ഫോട്ടോകളെല്ലാം സൃഷ്ടിക്കാൻ വേണ്ടി വളരെ എളുപ്പം കഴിയുമെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അദ്ദേഹത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മാനസികപരമായിട്ട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടത് കൊണ്ട് മുസ്ലിമിൻ്റെ അധ്യക്ഷൻ എന്ന രീതിയിലും തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് പാർട്ടി അതിനെതിരായിട്ട് തീർച്ചയായിട്ടും പരാതി കൊടുക്കുകയും അതിൽ അന്വേഷണം ത്വരിതഗതിയിൽ നടത്തപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആ ഒരു പോസ്റ്റ് അതിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നതും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഇത്തരം വൃത്തികെട്ട രീതിയിലേക്ക് പോകുന്ന ഒരുപാട് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ ജാതീയപരമായിട്ടാണെങ്കിലും എല്ലാം വളരെ മോശമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അത്രയും ആത്മീയതയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മുടെ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന കാര്യത്തിൽ എനിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും യാതൊരു തർക്കവും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരിക്കലും അത്തരത്തിൽപ്പെട്ട ഒരു പരിപാടിയിലേക്കൊന്നും നമ്മുടെ പാണക്കാട് തറവാട്ടിൽ നിന്നൊരാൾ പോവുക എന്ന് പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കുന്നതിനെക്കാട്ടിലും എത്ര അപ്പുറമാണ് എന്ന് ഞാൻ 100% ഉറച്ച് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ വളരെ വിഷമം പിടിച്ച രണ്ടാമത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ MK മുനീർ. തീർച്ചയായിട്ടും അദ്ദേഹം കഴിഞ്ഞ ഒരുപാട് കാലം മുന്നേ UDF മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ്, അതുപോലെ തന്നെ ഒരു MLA ആണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീട് ജപ്തിക്ക് വെച്ചിരിക്കുന്നു എന്നുള്ള വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കാണാൻ വേണ്ടി സാധിച്ചു. അത് വളരെ സങ്കടം തന്നെ തോന്നി. കാരണം നമ്മളെല്ലാവരും ചിന്തിക്കുന്നതിനപ്പുറമാണ്. രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരൊക്കെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വന്തം വീട് പോലും കടക്കണിൽ നിന്ന് രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എങ്കിൽ എന്താണ് അദ്ദേഹം ഇത്രയും കാലം ഈ രാഷ്ട്രീയത്തിൽ നിന്ന് സമ്പാദിച്ചത്? നമുക്കത് തീർച്ചയായും ആ വാർത്ത നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണാം. മന്ത്രിയായിരുന്ന ഒരാളാണ്, നിലവിൽ MLA ആണ്. എന്തുകൊണ്ടിങ്ങനെ ജപ്തിയിലേക്ക് വരെ കാര്യങ്ങളെത്തി? തീർച്ചയായിട്ടും ദിൽന ഗോകുൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ MK മുനീറിൻ്റെ പ്രതികരണം എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീടിന് മുൻപിലാണ് നമ്മളുള്ളത്. അദ്ദേഹം നാളെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ പ്രതികരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാലിക്കറ്റ് ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നാണ് 49 ലക്ഷം രൂപയുടെ ബാധ്യത ഉള്ളതായി ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നടക്കാവിലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ക്രസൻ ഹൗസിന് ബാങ്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതായത് മാർച്ച് 31-നകം ഈ 49 ലക്ഷം രൂപയും പലിശയും അടച്ചില്ല എങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്നാണ് ഈ നോട്ടീസ്
നോട്ടീസിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും കൂടിയാണ് നമുക്ക് ലഭിക്കേണ്ടത്. ബാങ്ക് അധികൃതർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം 49 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. അത് കുടിശ്ശിക സഹിതമാണ് 49 ലക്ഷം രൂപയുടെ ബാധ്യതയുള്ളത്. അത് കാലിക്കറ്റ് ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും എടുത്ത വായ്പയാണ്. ഈ വായ്പയിൽ വീഴ്ച വരുത്തി എന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടർ MK മുനീറിനോട് നമ്മൾ വിവരങ്ങൾ ആരായുകയും വിശദീകരണം ചോദിക്കുകയും ചെയ്തിരുന്നപ്പോൾ അദ്ദേഹം നാളെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും ദിൽന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ മന്ത്രിയാണ്, ഏറെക്കാലം MLA ആയിരുന്ന ആളാണ്. അവരെയും നമുക്ക് ഒരേ ചരടിൽ കെട്ടാൻ വേണ്ടി സാധിക്കുകയില്ല. രാഷ്ട്രീയം കൊണ്ട് കാര്യമായ നേട്ടങ്ങളൊന്നും സമ്പാദിക്കാത്ത ഒരു നേതാവ് തന്നെയാണ് നമ്മുടെ മുനീർ സാഹിബ് എന്ന് തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം വരച്ച് കാട്ടുകയാണ്. ഏകദേശം 49 ലക്ഷത്തോളം കടബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിന് ശേഷം അത് അടയ്ക്കാത്തത് കൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ലോൺ എടുത്തത് ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നാണ്. 49 ലക്ഷം കുടിശ്ശിക അടക്കം ഇപ്പോൾ അടയ്ക്കാനുണ്ട്, ഇല്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ബാങ്ക് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒരുപാട് കാലം മന്ത്രിയായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് കാലം MLA ആയിരുന്നു എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ഒരു വീടിൻ്റെ ലോണ് പോലും അടയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ചില രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെയാണ്. അവസാന ഘട്ടത്തിൽ ജീവിതം ബാക്കിയാവുന്ന സമയത്ത് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വന്തം വീട് പോലും ബാങ്കുകാർ കൊണ്ടുപോകുമെന്നൊരവസ്ഥ തീർച്ചയായിട്ടും അതിനെ മുസ്ലിം ലീഗ് പാർട്ടിയും അതുപോലെ തന്നെ അധികാരപ്പെട്ട ആൾക്കാരും ചേർന്നുകൊണ്ടെന്ന് പരിഹാരം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും വളരെ സങ്കടം നിറഞ്ഞ ഒരു വാർത്തയായിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും MK മുനീർ സാഹിബ് പ്രതികരണങ്ങൾ നടത്തും. നാളെ മാധ്യമങ്ങളെ കാണാമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ കടങ്ങൾ വീട്ടാനും വീട് സ്വന്തമായി ഏറ്റുവാങ്ങാനും എല്ലാം സാധിക്കട്ടെ. അതിന് പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്ന് എല്ലാ സഹകരണവും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സഹകരണങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ നിർദ്ദേശങ്ങളായി എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.